ഡിസ്ട്രിക്ട് ലെവൽ നാഷണൽ ആയുഷ് മിഷൻ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. നമ്മുടെ സമുദ്രതീരത്തിൽ തുടങ്ങിയിട്ട് 6 വർഷം പിന്നിടാൻ പോവുകയാണ്. ഇതിനിടയിൽ ഒട്ടനവധി ഇതിലുള്ള ക്യാമ്പുകൾ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം സംഘടിപ്പിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കും അമ്മമാർക്കും അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും അവരുടെ ആരോഗ്യത്തിന് വേണ്ടുന്നുള്ള പരിചരണത്തിനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുള്ളത്. അതിലേറെ സന്തോഷമാണ് അവർക്കുള്ളത്. ഇന്ന് ആയുർവേദ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യാമ്പ് നമ്മുടെ സമുദ്രതീരത്തിൻ്റെ കുടുംബത്തിനുള്ളിൽ നടക്കുന്നത്. മറ്റ് പല ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും തൊട്ടടുത്തുള്ള കല്ലുവാതുക്കലുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞങ്ങൾ ഇവർക്ക് വേണ്ടി മെഡിസിനുകൾ വാങ്ങാറുള്ളത്. എന്നാൽ ഇങ്ങനൊരു ക്യാമ്പ് അവർക്കാർക്കും ഇവിടെ സംഘടിപ്പിക്കുവാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടുമില്ല. കുറച്ച് ദിവസത്തിന് മുമ്പാണ് പരവൂരിൽ തന്നെ ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് പറയുകയും എത്തിച്ചേരാമെന്ന് അറിയിക്കുകയും ചെയ്തത്. നമുക്കറിയാം, പ്രായം ചെല്ലുന്നതനുസരിച്ച് ഓരോരോ അസുഖങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അവർക്ക് വേണ്ടി ആയുർവേദ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഏറെ വലുതാണ്. പണ്ടത്തെ കാലത്തെല്ലാം ആയുർവേദമായിരുന്നു ഏറെ ആശ്രയിച്ചിരുന്നത്. അതിൽ കിട്ടുന്ന ആരോഗ്യമായിരുന്നു പണ്ടുകാലത്ത് പല ആളുകളുടെയും ജീവിതത്തിൻ്റെ അങ്ങോട്ടുള്ള പ്രയാണങ്ങൾ. എന്നാൽ ഇന്ന് അതിൽ നിന്ന് മാറി വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനൊരു ക്യാമ്പിന് നമ്മൾ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. നമുക്ക് നാഷണൽ ആയുഷ് മിഷൻ്റെ പ്രോജക്റ്റായ കാരുണ്യ, അതായത് കിടപ്പ് രോഗികളുടെ ചികിത്സയ്ക്കായിട്ട് നടത്തി വരുന്ന പ്രോജക്റ്റാണ് കാരുണ്യ എന്ന് പറഞ്ഞിട്ട് പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കര നമുക്ക് സന്ധിരോഗങ്ങളുടെയൊക്കെ പ്രിവെൻഷന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രോജക്റ്റിൻ്റെ ഡോക്ടറാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം ഈ 2 പ്രോജക്റ്റിൻ്റെയും കൂടെ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ക്യാമ്പിന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്തിലൊരു മെഡിക്കൽ ക്യാമ്പും എല്ലാവരുടെയും ഒരു ബേസിക് പരിശോധനകളൊക്കെ ചെയ്ത് നമ്മുടെ കയ്യിലുള്ള മരുന്നുകളൊക്കെ തരാനും, പിന്നെ ഇനി വരുന്ന രീതിയിൽ നമുക്കിപ്പം കേസുകളൊക്കെ മനസ്സിലായിട്ട് ഭാവിയിൽ ബാക്കി ഇത് തുടർന്നു കൊണ്ടുപോകാനും ഉള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വിളിക്കണേ. അപ്പോൾ നമുക്ക് ക്യാമ്പ് തുടങ്ങുന്നതിനായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറഞ്ഞോളൂ. നാഷണൽ ആയുഷ് മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശാലിനി ആർ, നാഷണൽ ആയുഷ് മിഷൻ ഹെൽത്ത് വർക്കർ ശ്രീജ എം, നാഷണൽ ആയുഷ് മിഷൻ ഹെൽത്ത് വർക്കർ രശ്മി BS തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു. കൊട്ടാരക്കര ആയുർവേദ ആശുപത്രിയിലെ ഓസ്റ്റിയോ പ്രോജക്റ്റ്, അതായത് അസ്ഥിസന്ധി പേശി രോഗങ്ങളുടെ ഡോക്ടർ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കാരുണ്യ പരവൂരിലെ കാരുണ്യ പ്രോജക്റ്റും ഈ ഓസ്റ്റിയോ പ്രോജക്റ്റും കൂടെ ചേർന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് നിങ്ങൾക്കായി നടത്തുകയാണ്. ഇതര വൈദ്യശാസ്ത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രോഗപ്രതിരോധത്തിന് ഊന്നൽ നൽകുന്ന ഒരു വൈദ്യശാസ്ത്രമാണ് ആയുർവേദം. അപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ദിനചര്യ, ഋതുചര്യ, ആരോഗ്യകരമായ ജീവിതശൈലികളെല്ലാം പറയുന്നുണ്ട്. ആയുർവേദത്തിൽ പലതരം പ്രോജക്റ്റ് ഉണ്ട്. അതിലൊന്നാണ് വാർദ്ധക്യ രോഗികൾക്കും പാലിയേറ്റീവ് രോഗികൾക്കുമുള്ള പ്രോജക്റ്റ്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം. വിശദമായി നിങ്ങളെ കേൾക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള മെഡിസിൻസ് എല്ലാം തരും. ഇനിയും കൂടുതൽ മെഡിസിൻസ് വരും. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ക്യാമ്പുകൾ നടത്താൻ ഞങ്ങളിവിടെ വരും. എല്ലാവരും ഇതിനോട് സഹകരിക്കണം. തുടർന്ന് ക്യാമ്പ് നടന്നു.